ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഡോനറ്റ്സ്. അപ്പം എല്ലാവരും കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടുള്ള സാധനമല്ലേ. അപ്പൊ നമുക്കിത് വെറും 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എങ്കിലേ ഞങ്ങൾക്ക് നല്ലൊരു പ്രോത്സാഹനം, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും കിട്ടുന്ന ഒരു പ്രോത്സാഹനമാണ് ഈ സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പോൾ അത് മറക്കാണ്ട് തന്നെ ക്ലിക്ക് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം വെറുപ്പിക്കേണ്ട നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ബാ, നമ്മുടെ ഡോനറ്റ്സ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് നമുക്കൊരു പ്ലേറ്റ് ആദ്യം വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് കുതിർക്കാനായിട്ട് ഇടുക. അപ്പൊ നമ്മുടെ മൈദ കുഴയ്ക്കാൻ ആവശ്യത്തിനായിട്ട് ഒരു 1/2 കപ്പ് പാല്, തിളപ്പിച്ച് വെച്ച 1/2 കപ്പ് പാല് ഇതിലേക്ക് ഒഴിക്കുക. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് മുട്ട ഒരെണ്ണം പൊട്ടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നീട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ മൈദ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ 250 ഗ്രാം മൈദയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതിനുള്ള അളവിലാണ് മുട്ടയൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിതാ കുഴച്ച് നല്ല അടിപൊളിയാക്കി ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനി ഒരു 1.5 മണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കണം. എന്താ, ഇതേപോലെ ഒരു പാത്രം വെക്കുക, അതിന് മേളിൽ അടച്ച് ഒരു 1.5 മണിക്കൂർ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ബാ, അപ്പൊ നമ്മുടെ 1.5 മണിക്കൂർ നമ്മുടെ വെച്ചിരുന്ന സാധനം എന്താ നല്ല അടിപൊളിയായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം. ആദ്യമേ നമ്മുടെ ചപ്പാത്തി പലകയിലേക്ക് അല്പം മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഐറ്റം അങ്ങോട്ട് വെക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് പരത്തി എടുക്കുക. നമ്മുടെ മാവൊക്കെ നല്ല അടിപൊളി സോഫ്റ്റ് എന്ന് വെച്ചാൽ പക്ക സോഫ്റ്റ്. ഇതിനി ഒന്ന് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ ടേസ്റ്റിങ്ങിന്റെ പരിപാടിയിലാണ് ഇതിന്റെ ഒരു ഇതിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഇതിനായിട്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു അടപ്പെടുക്കുക. അടപ്പെടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ഒരു വട്ടത്തിലാക്കി എടുക്കുക. അതേപോലെ അടുത്തത് ഇങ്ങനെ ഇതിനകത്ത് പറ്റാവുന്നതിന്റെ അത്രയും ആക്കി എടുക്കുക. എന്നിട്ട് ബാക്കി ഈ വന്നിരിക്കുന്ന മൈദ ഇതേപോലെ ശ്രദ്ധിച്ച് വലിച്ചെടുക്കുക. നടുക്ക് ഒരു ചെറിയൊരു തുളയിടണം. അപ്പൊ ഇതേപോലെ എന്തെങ്കിലും ഒരു അടപ്പിടുക. നടുക്ക് വശത്തൂടെ പ്രസ് ചെയ്ത് അപ്പുറം വഴി ഇറക്കുക. അപ്പം നോക്കി നമ്മൾ അടിപൊളിയായിട്ട് ഇതേപോലെ ഒരു തുള കിട്ടും. കണ്ടില്ലേ, ഇതേപോലെയാണ് സംഭവം കിട്ടുന്നത്. അപ്പൊ അതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പൊ ഇത്ര എണ്ണ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് നമ്മുടെ കടായി ഒന്ന് വെച്ച് കൊടുത്തെടുക്കാം. നമ്മുടെ കടായി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നമുക്കിത് ഒന്ന് വറുത്ത് കോരി എടുക്കാം. തിളച്ചു വന്നിരിക്കുന്ന എണ്ണയിലേക്ക് ഇതേപോലെ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവണ്ട,
ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു കളർ ആകുമ്പോഴത്തേന് നമുക്ക് കോരി മാറ്റാം. നമുക്ക് അടുത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കാം. വെറും 2 മിനിറ്റ് മാത്രം മതി നമ്മുടെ ഈ സാധനം ഒന്ന് കളർ പിടിച്ച് വരാനായിട്ട്. അപ്പൊ ഇത്ര എണ്ണ നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ നല്ല അടിപൊളിയാക്കി വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ചെറിയൊരു പരിപാടി ഉണ്ട്, അതോടെ ഒന്ന് കഴിയിട്ട്. അടുത്തതായിട്ട് ഇതേപോലെ ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് പാല്, ഒരു 1/4 ഗ്ലാസ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 3-4 ഡയറി മിൽക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇതിപ്പോ ചൂടാകുമ്പോൾ തന്നെ ഇതങ്ങ് ഉടഞ്ഞു വന്നോളൂ. അപ്പൊ ഇതേപോലെ നമ്മുടെ ഡയറി മിൽക്ക് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഒരു ചെറിയൊരു പരിപാടി. അപ്പൊ നമുക്ക് ഓരോ ഡോനട്സും ഇതേപോലെ നമ്മുടെ ഈ ചോക്ലേറ്റിനകത്ത് നല്ലപോലെ മുക്കിയെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ മുക്കിയതിന് ശേഷം മാറ്റുക. അങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് മുക്കി റെഡിയാക്കി എടുക്കുക. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു ഡെക്കറേഷൻ ആയിട്ട് ഇതേപോലെ പഞ്ചസാര പൊടിച്ചത് ഇതിന്റെ മുകളിലേക്ക് വിതറി കൊടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ സ്പ്രിങ്കിൾസ് നമ്മൾ പൊടിച്ചിരിക്കുന്നത് അതുകൂടെ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുക. ഇതേപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ വിതറി കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇതിന്റെ പണി കഴിഞ്ഞ് നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഡോനറ്റ്സ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാ. ഇതേപോലെയാണ് നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന അതേ ഷേപ്പിൽ തന്നെ നമ്മുടെ ഡോനറ്റ്സ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബാ, സംഭവം കറക്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കടയിൽ കിട്ടുന്ന അതേ ലെവൽ തന്നെ. പിന്നെ ഒരു അല്പം മധുരം ഉണ്ടായി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഇതെല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു ഉഷാറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ശരി, ബൈ.